ആസ് എ കേരളൈറ്റ്, കേരള എപ്പോഴും ഷൈൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒന്നാമത് നമ്മുടെ ഇൻടേക്ക്, കോളേജിലുള്ള ഇൻടേക്ക് നമ്മൾ നന്നാക്കണമെങ്കിൽ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ നന്നാക്കണം. സ്കൂൾ എഡ്യൂക്കേഷൻ നന്നാക്കുക എന്നുള്ളത് ഈ ക്യാപ്സൂൾ രൂപം ഒഴിവാക്കണം. അതുപോലെ പ്രെഡിക്റ്റബിലിറ്റി ഇൻ ടെസ്റ്റിങ് ഒഴിവാക്കണം. അതായത് ഇൻഫ്ലേറ്റഡ് ഗ്രേഡിങ് ഒഴിവാക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് നല്ല കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ട് അയക്കാൻ പറ്റുള്ളൂ. എല്ലാവരും പാസ്സാക്കുന്നതിൽ പരിഷത്തിൻ്റെ ഇതാണ് എല്ലാവരും പാസ്സാകുക. അതിലെനിക്ക് പ്രശ്നമില്ല, എല്ലാവർക്കും പാസ്സായിക്കോട്ടെ, 100% പാസ്സായിക്കോട്ടെ. പക്ഷെ പറയണം ഇവനാണ് 99-കാരൻ, ഇവനാണ് 40%-കാരൻ എന്നുള്ളത്. അവിടെ ഈക്വാലിറ്റി പാടില്ല. ഈക്വാലിറ്റി എല്ലാ സ്ഥലത്തും പാടില്ല. എല്ലാവരും പാസ്സാക്കുന്നതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും പാസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. പക്ഷേ വർഗീകരണം പ്രോപ്പർ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. കോളേജ് അഡ്മിഷൻ എൻട്രൻസ് വഴി തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റേത് കറക്റ്റ് ചെയ്യണം. ഈ രണ്ട് പോസിബിലിറ്റി. ഒന്നുകിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ആ പ്രോബ്ലം കറക്റ്റ് ചെയ്താൽ നമ്മൾക്ക് ഈ മാർക്കിനെ വിശ്വസിക്കാം, അല്ലെങ്കിൽ എൻട്രൻസ് ബേസ്ഡ് തന്നെ ആയിരിക്കണം. ഇപ്പോൾ കുസാറ്റിലൊക്കെ എൻട്രൻസ് ബേസ്ഡ് എക്സാമാണ് നടക്കുന്നത്. അവിടുത്തെ പെർഫോമൻസ് ഈസ് മച്ച് ബെറ്റർ. മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. ഈ ഒരു എഡ്യൂക്കേഷൻ, ഇന്നത്തെ എഡ്യൂക്കേഷൻ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എൻട്രൻസ് ബേസ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ മാറ്റണം, അതിൻ്റെ രീതി മാറ്റണം. കീം പരീക്ഷ ഉണ്ടല്ലോ, എഞ്ചിനീയറിങ്ങിനുള്ള പരീക്ഷ, അത് എൻട്രൻസ് വഴി എന്തുകൊണ്ടാണ് എടുക്കാതെ? എൻട്രൻസിൽ 50% വെയിറ്റേജേ ഉള്ളൂ, പിന്നെ 50% ആക്ച്വൽ മാർക്കാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. എന്തുകൊണ്ടാണ് ഈ ബേസിക് മാർക്ക് അവിടെ ആഡ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ആ ഒരു സ്ഥിതി വരുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ സിസ്റ്റം ഇവിടെ പ്രോപ്പറാണെങ്കിൽ. ഇക്വിറ്റി എൻഷുർ ചെയ്യണം. എല്ലാവർക്കും ആക്സസിബിളായ കോച്ചിങ് സെൻറ്റേഴ്സ്, ഗവൺമെൻറ് എയ്ഡഡ് കോച്ചിങ് സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഗവൺമെൻറ് വഴി. ഇപ്പോൾ എല്ലാം ഓൺലൈനായി മതിയല്ലോ. ഇപ്പോൾ ചിലവൊന്നും കുറവാണ് ഇങ്ങനെയുള്ള ഈ ടീച്ചിങ്ങിനും കോച്ചിങ്ങിനൊക്കെ. കോവിഡ് കാലത്ത് നമ്മൾ പഠിച്ചതാണ്, അറിയാം, മാഷന്മാരുടെ ഒന്നും ആവശ്യമില്ല. വിജയശതമാനം നോക്കിയാൽ കോവിഡ് കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ വിജയശതമാനം, ഇൻ ടേംസ് ഓഫ് നമ്പർ ആൻഡ് ഇൻ ടേംസ് ഓഫ് A+. അതിൻ്റെ മീനിങ് എന്താ? മാഷന്മാരെ ആവശ്യമില്ല. പക്ഷേ അത് എഗെയിൻ ടു ഇൻഫ്ലേറ്റഡ് ആയിരുന്നു. അതല്ല, ഞാൻ പറയുന്നതല്ല, അതൊരു സർക്കാസ്റ്റിക്കായി പറഞ്ഞതാണെങ്കിലും നമ്മൾക്ക് വലിയ ചിലവില്ലാതെ എല്ലാവർക്കും കോച്ചിങ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇന്നത്തെ സിസ്റ്റത്തിൽ. അപ്പോൾ ഈക്വിറ്റിയൊക്കെ എൻഷുർ ചെയ്യാം. അതൊക്കെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. കരിക്കുലം ഓവർഹോൾ ചെയ്യണം, അതായത് മാറ്റേണ്ടതുണ്ട്. റിസർച്ച് ഓറിയൻറ്റഡ് ആയിരിക്കണം. കമ്പാർട്ട്മെൻ്റലൈസേഷൻ നമ്മൾക്ക് ഇപ്പോഴും വളരെ കൂടുതലാണ്. ബോട്ടണിയും സുവോളജിയും പഠിക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ലോകത്തിൽ മറ്റുള്ള സ്ഥലത്തും മറ്റുള്ള സയൻസ്, ഇപ്പോൾ കെമിസ്ട്രിയും ബയോളജിയൊക്കെ കൂടി കെമിക്കൽ ബയോളജി, അതുപോലെ മെറ്റീരിയൽ സയൻസ്, മാത്തമാറ്റിക്കൽ ബയോളജി, ഇങ്ങനെയുള്ള മെർജിങ് ആണ് നടക്കുന്നത്. നമ്മളിവിടെ ഇപ്പോഴും ബയോളജിയെ പഠിപ്പിക്കില്ല. പ്ലാന്റ് സയൻസ്, അനിമൽ സയൻസ്, അത് ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഡിവിഷൻ മെത്തേഡ് ഇത് പണ്ട് ചെയ്തതാണ്, എല്ലാ സ്ഥലത്തും ചെയ്തതാണ്. ഇപ്പോഴും എവിടെയും ഇതില്ല. ഇപ്പോഴും ബയോളജിക്കൽ സയൻസ് മാത്രമേ ഉള്ളൂ. അത് തന്നെ മെർജ് ചെയ്ത്, ഇപ്പോൾ കെമിസ്ട്രിയായിട്ടൊക്കെ മെർജ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു 10 വർഷം കഴിഞ്ഞ് എന്താണ് ഉണ്ടാകുമ്പോൾ ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരു ഇൻ്റർ ഡിസിപ്ലിനറി യുഗത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ ഈ ഡിവിഷൻ ശരിയല്ല എന്നുള്ളതാണ്. കണ്ടംപററി കോഴ്സായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇതൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി, അതിനൊക്കെ ഒരുപാട് കുട്ടികൾ വരും. അതൊക്കെ BSc കോഴ്സുകളാണല്ലോ, പോസിബിളി BSc കോഴ്സുകളാണ്. നമ്മൾക്ക് കുട്ടികളെ ഇവിടെ റിട്ടേൺ ചെയ്യാൻ പറ്റും. നമ്മൾക്ക് കുട്ടികളെ മറ്റ് സംസ്ഥാനത്തിലേക്ക് ലൂസ് ചെയ്യാതിരിക്കാൻ ഒരു ഓപ്ഷനാണ് ഇങ്ങനെയുള്ള പുതിയ കോഴ്സുകളൊക്കെ കൊണ്ടുവരിക എന്നുള്ളത്. പ്രോജക്റ്റ് മസ്റ്റായിരിക്കണം, അത് ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം, അത് സീരിയസ് ആയിരിക്കണം. ഈവൺ അറ്റ് ദ BSc ലെവൽ. വെറുതെ നെയിം സേക്കിന് 15 ക്രെഡിറ്റോ അല്ലെങ്കിൽ 9 ക്രെഡിറ്റോ കൊടുത്ത് ഒരു സ്ഥലത്ത് ജസ്റ്റ് പോയി 2 ആഴ്ച നിൽക്കുന്നതല്ല. റിസർച്ച് ചെയ്യണം കുട്ടികൾ, പല സെൻറ്റേഴ്സിലും പോയി. പിന്നെ കോളേജിൽ തന്നെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാ ടീച്ചർമാരോടും റിസർച്ച് ചെയ്യാൻ നമ്മൾ ഡിമാൻഡ് ചെയ്യണം. ഹൈലി പെയ്ഡ് ജോബാണ് ഒരു കോളേജ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ, കോളേജ് ലെക്ചർ എന്ന് പറഞ്ഞാൽ. ഈ 15 മണിക്കൂർ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, അത് മതിയോ? പോരാ. ദേ ഹാവ് ടു ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി. അതായത് സൊസൈറ്റിക്ക് വേണ്ടി റിസർച്ച് ഇതെല്ലാം സൊസൈറ്റിയിലേക്ക് വരുന്നത്. അറ്റ്ലീസ്റ്റ് 1% വന്നാൽ തന്നെ വലിയ കാര്യമാണ്. എല്ലാ കോളേജുകളും റിസർച്ച് സ്റ്റാർട്ട് ചെയ്യണം. പൈസയ്ക്ക് നമ്മൾക്ക് പ്രോപ്പറായ ഐഡിയ ഉണ്ടെങ്കിൽ പൈസയൊക്കെ കിട്ടും. റിസർച്ചിന് പൈസയൊക്കെ ഉണ്ട്. ഞാൻ ലാസ്റ്റിൽ എഴുതിയ ഈ റിവൈസ് സിലബസ് ചെയ്യുമ്പോൾ, അതായത് ഞാനൊക്കെ പണ്ട് ചെയ്ത സാൾട്ട് അനാലിസിസ്, സോഡിയം ക്ലോറൈഡ്, അതിൽ സോഡിയം ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്, അതാണ് ഇന്നും ചെയ്യുന്നത്. അങ്ങനെയല്ല വേണ്ടത്.
ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ 2 ഓർഗാനിക് മിക്സ്ചർ 2 ഓർഗാനിക് കോമ്പൗണ്ട് സെപ്പറേറ്റ് ചെയ്യുക, സെപ്പറേറ്റിംഗ് ഫ്ലാസ്ക് എടുത്തിട്ട്. ഞാൻ കെമിസ്ട്രി മാത്രമാണ് പറയുന്നത്, എനിക്ക് അതിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ട്. ഫിസിക്സിലും ഇതുപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ബയോളജിയിലും പണ്ട് തന്നെ ചെയ്ത അതേ എക്സ്പെരിമെൻ്റാണ് ചെയ്തത്. അത് റെലവൻ്റായ കുറേ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ സ്പൈസ് എക്സ്ട്രാക്ഷൻ, നമ്മൾക്ക് ഒരുപാട് സ്പൈസുകളുണ്ട് അല്ലേ, ഇഞ്ചി, കുരുമുളക്, മറ്റ് പല മഞ്ഞൾ, അങ്ങനെ പല സ്പൈസുകൾ. ആ സ്പൈസിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നതൊരു പ്രാക്ടിക്കലാണ്. അത് വെച്ചുള്ള ഒരു സിന്തൈറ്റ് എന്നുള്ളൊരു കമ്പനിയുണ്ട് കൊച്ചിയിൽ, വളരെ ഫ്ലറിഷ് ചെയ്യുന്നൊരു കമ്പനിയാണ്. അവർക്കൊക്കെ വേണ്ടത് ഇങ്ങനെയുള്ള കുട്ടികളെയാണ്, അല്ലാതെ സാൾട്ട് അനാലിസിസ് ചെയ്ത കുട്ടികളല്ല. ഇതേ ടെക്നിക്കാണ് അവിടെയും പഠിക്കുന്നത്. സാൾട്ട് അനാലിസിസ് നമുക്ക് ചെയ്യാം. നമ്മൾ കർഷകൻ്റെ മണ്ണ് ടെസ്റ്റ് ചെയ്യണം ലാബിൽ, അല്ലെങ്കിൽ വേറൊരുത്തൻ്റെ വീട്ടിലുള്ള വെള്ളത്തിൽ ആർസനിക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ആർസനിക് വെള്ളം കുട്ടികൾ ലാബിൽ ടെസ്റ്റ് ചെയ്യണം, സ്കൂളിൽ കോളേജ് ടീച്ചറിൽ. അല്ലാതെ മിക്സ് ചെയ്ത സോഡിയം ക്ലോറൈഡോ മിക്സ് ചെയ്ത പൊട്ടാഷ്യം ക്ലോറൈഡോ അല്ല, റെലവൻ്റായ പ്രാക്ടിക്കൽസ് മാറ്റണം എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ജോലി സാധ്യതയും കൂടും. UG ലാബ്സ് അപ്ഗ്രേഡ് ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. UG ലാബൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ ലാബ് മാറിയതുകൊണ്ട് മാത്രമായില്ല, ലാബിൽ ചെയ്യുന്ന പണിയും മാറണം. അവിടെ റിസർച്ച് നടക്കണം, എല്ലാവരെ കൊണ്ട് റിസർച്ച് ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. UG റിസർച്ച്, അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് ഡിഗ്രി റിക്വയർമെൻ്റ് തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഐസർ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനെ ചെയ്യുന്നുണ്ട്, ഈവൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. പ്ലേസ്മെൻറ്റ് സെൽസ് ഓരോ സ്കൂളിലും വേണം. പക്ഷേ അത് സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ കോളേജുകളിൽ. പക്ഷേ അത് ലേറ്ററാണ്. നമ്മുടെ കുട്ടികൾ അതിന് പാകപ്പെടുത്തിയ ശേഷം നമ്മൾക്ക് ഇങ്ങനെയുള്ള കരിയർ സെല്ലൊക്കെ കൊടുത്താൽ അവർക്ക് ജോബും കിട്ടും, അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇങ്ങനെയാണെങ്കിലേ നമുക്ക് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനും നിലനിർത്താനും പറ്റുമല്ലോ എന്നുള്ളതാണ് ആ ഒരു ഫീൽഡിൽ. ഇതുപോലുള്ള ഞാൻ ഇതേക്കൻ വിമൻ സയൻസിൻ്റെ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു 4 എണ്ണം കേരളത്തിൽ തുടക്കുക. ഒന്ന് കൊച്ചി ഭാഗത്ത്, സെൻട്രൽ കേരള. ഒന്ന് കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത്, ഒരു 4 എണ്ണാവാം, 3-4. എന്നിട്ട് അവിടെ ഒരു റിസർച്ച് ഹോസ്റ്റൽ ഉണ്ടാക്കുക. റിസർച്ച് ഹോസ്റ്റൽ എന്ന് വെച്ചാൽ ഏത് കോളേജിൽ നിന്നുള്ള കുട്ടിക്കും അല്ലെങ്കിൽ അധ്യാപകനും വന്നിട്ട് അവിടെ താമസിക്കാം, റിസർച്ച് ചെയ്യാം. എന്തെങ്കിലും എക്യുപ്മെൻറ്റ്, കോംപ്ലിമെൻ്ററി എക്യുപ്മെൻറ്റ്, ഇപ്പോൾ വിമൻസ് കോളേജിലുള്ള അതേ എക്യുപ്മെൻറ്റ് മറ്റിടത്തും വേണ്ട, കോംപ്ലിമെൻ്ററായി അവിടെ ഇല്ലാത്ത എക്യുപ്മെൻറ്റ് മറ്റൊരു സ്ഥലത്ത് കൊടുക്കുക, ആ മറ്റു സ്ഥലത്ത് പറയുന്നത്. കേരളത്തിൽ എല്ലാത്തിലും കൂടി ഒരു ഫുള്ളി റിസർച്ച് ലാബ് ഉണ്ടായിരിക്കണം. നല്ല റിസർച്ച് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. നല്ല നമ്പർ വേണം, നല്ല ക്വാളിറ്റി വേണം. കുട്ടികൾക്ക് അവിടെ വന്ന് താമസിക്കാൻ അല്ലെങ്കിൽ റിസർച്ചിന് അവിടെ താമസിച്ച് അവരുടെ എക്സ്പെരിമെൻ്റ് ചെയ്ത് തിരിച്ചു പോകാനുള്ളൊരു അവസരം. എല്ലാ കോളേജും നമ്മൾക്ക് സുപ്രഭാതത്തിൽ ഏത് ഗവൺമെൻറ്റിനും മാറ്റാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഈ 4 എണ്ണെങ്കിലും തുടങ്ങാൻ പറ്റും എന്നുള്ളത് ഈസി ആയൊരു സൊല്യൂഷനാണ്. എന്നിട്ട് നമ്മൾ ഓരോ അധ്യാപകരോടും അല്ലെങ്കിൽ ഓരോ റിസർച്ചേഴ്സിനോടും ഹൈ ക്വാളിറ്റി റിസർച്ച് ചെയ്യാൻ പറയണം എന്നുള്ളതാണ്. റിസർച്ച് ഒരു എക്സെപ്ഷണൽ എക്സ്പെക്റ്റേഷൻ ആയിരിക്കണം, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ ആയിരിക്കണം. ഓരോ ഫാക്കൽറ്റി, ഓരോ അധ്യാപകൻ്റെയും നിന്നുള്ള എക്സ്പെക്റ്റേഷൻ ആയിരിക്കണം റിസർച്ച്. അദ്ദേഹം റിസർച്ച് ചെയ്തേ മതിയാവും. അദ്ദേഹത്തിൻ്റെ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ എല്ലാം റിസർച്ച് ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. ജസ്റ്റ് ടീച്ചിങ് മാത്രം പോരാ, റിസർച്ച് കൂടി ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ നിഷ്കർഷിക്കേണ്ടതുണ്ട്. നല്ല സപ്പോർട്ട് കൊടുക്കണം ഗവൺമെൻറ്. അവർക്ക് ഉറപ്പായിട്ടും സ്റ്റാർട്ടപ്പ് ഗ്രാൻറ്റ് കൊടുക്കണം. പൈസ കുറച്ച് ആവശ്യമുണ്ട്. പൈസയുള്ള പരിപാടിയാണ് റിസർച്ച് എന്നുള്ളത്. എന്നാലേ പൈസ വരുള്ളൂ, പൈസ ഇറക്കിയാലേ പൈസ വരുള്ളൂ. അപ്പോൾ അത് ചെയ്യണം, സ്റ്റാർട്ടപ്പ് ഗ്രാൻറ്റൊക്കെ കൊടുക്കണം. പിന്നെ ഇപ്പോഴും ഈ സെബാറ്റിക്കൽ ലീവ് ഗവൺമെൻറ് കൊടുക്കാറില്ല എന്നുള്ളത് അതൊരു പ്രശ്നമാണ്. സെബാറ്റിക്കൽ ലീവ് കൊടുക്കണം. സെബാറ്റിക്കൽ ലീവ് എന്ന് വെച്ചാൽ ഒരു റിസർച്ചേഴ്സിന് മറ്റുള്ള രാജ്യത്ത് പോയി 1 വർഷം താമസിക്കാൻ, അവിടുന്ന് പുതിയ ടെക്നിക്ക് പഠിച്ചെടുക്കാനും കൊളാബറേഷൻ നടത്താനുള്ളൊരു പോസിബിലിറ്റിയാണ്. ഇപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 5 വർഷം റെസിഡൻറ്റ് പീരീഡ് കഴിഞ്ഞ ശേഷം, അതായത് ജോലി കിട്ടിയ 5 വർഷം കഴിഞ്ഞ ശേഷം പോസ്റ്റ് ഡോക്കിന് പോകുന്നു, 3 വർഷം പോസ്റ്റ് ഡോക്കിന് പോകുന്നു. അതൊരു കാര്യമില്ല. ഈ 5 വർഷം കഴിഞ്ഞിട്ട് ഇവൻ പോസ്റ്റ് ഡോക്കിന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കില്ല, അവനെല്ലാം മറന്നു കാണും, ആരും എടുക്കുകയും ചെയ്യില്ല ഇത്രയും വയസ്സായവരൊന്നും പോസ്റ്റ് ഡോക്കായിട്ട്. അതല്ല വേണ്ടത്. പോസ്റ്റ് ഡോക്കിന് പകരം ഈ സബാറ്റിക്കൽ ലീവ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെയാകുമ്പോൾ കൊളാബറേഷൻ ഉണ്ടാവും, ഫോറിൻ യൂണിവേഴ്സിറ്റി കൊളാബറേഷൻ ഉണ്ടാവും, അവരോടുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരും, അങ്ങനെ മ്യൂച്വൽ എക്സ്ചേഞ്ച് നടത്തും, ഐഡിയാസ് ആൻഡ് റിസർച്ച്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ലിങ്ക് പ്രൊമോഷൻ ആൻഡ് ഇൻക്രിമെൻറ്റ്സ് ടു റിസർച്ച് ഔട്ട്പുട്ട്. പിന്നെ ഇപ്പോൾ ടീച്ചിങ് മാത്രം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേറൊരു ട്രാക്ക് ആയിരിക്കും, ഒരു സ്ലോ ട്രാക്ക് ആയിരിക്കണം. പ്രൊമോഷൻ ട്രാക്കൊക്കെ വളരെ സ്ലോ ആയിരിക്കണം. റിസർച്ച് ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്കൊരു എർജ് ഉണ്ടാവില്ല ഇത് ചെയ്യാൻ. ഈ വിമൻസ് കോളേജിലുള്ള എൻ്റെ ഫ്രണ്ട്, നിങ്ങളുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഭാരവാഹിയായ രതീഷ് കൃഷ്ണനും അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻസെൻറ്റീവും ഇല്ല റിസർച്ച് ചെയ്യുന്നതുകൊണ്ട്, പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇൻസെൻറ്റീവും ഇല്ല. സാധാരണ മറ്റെല്ലാ ടീച്ചറെ പോലെയുള്ള ഒരു സാലറി മാത്രമേ അവർക്ക് കിട്ടുള്ളൂ.
ഒരു പ്രൊമോഷൻ ഫാസ്റ്റോ ഒന്നുമില്ല. ഞാൻ ഒരാൾക്ക് വേണ്ടി പറയുന്നതല്ല, ഒരു സിസ്റ്റത്തിന് വേണ്ടി പറയുകയാണ്. ആ ഒരു ഡിഫറെൻറ്റ് ട്രാക്ക് തന്നെ ഉണ്ടായിരിക്കണം. റിസർച്ച് ചെയ്യുന്നവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്തേ മതിയാവും. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, ബെറ്റർ ട്രാക്ക്, ഫാസ്റ്റർ ട്രാക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്. നമ്മുടെ ഒന്നാമത്തെ ഫൗണ്ടേഷനിലുള്ള പ്രശ്നം തീർക്കുക. അതായത് ബെഡ് റോക്ക് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, അടിത്തറ സ്ട്രോങ് ആക്കണം. അത് സ്കൂൾ എഡ്യൂക്കേഷൻ, +2 എഡ്യൂക്കേഷൻ സ്ട്രോങ് ആക്കിയാൽ മാത്രമേ നമ്മൾക്ക് അതിന് മുകളിലേക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ കൊഴിഞ്ഞു പോക്ക്, സയൻസ് എന്നുള്ള കൊഴിഞ്ഞു പോക്ക് നമുക്ക് നിർത്താൻ പറ്റില്ല. ആ കൊഴിഞ്ഞു പോക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അതൊരു വലിയൊരു വാർണിംഗ് സിഗ്നൽ തന്നെയാണ്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്തില്ലെങ്കിൽ ഇത് ഇർറിക്കവറബിൾ ആയിരിക്കും. അട്രാക്റ്റീവ് കരിക്കുലം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നല്ലൊരു കരിക്കുലം മാറ്റുക, അട്രാക്റ്റീവ് ആയിരിക്കുക, അത് ഇൻഡസ്ട്രിയായിട്ട് ലിങ്ക് ചെയ്യുക, ജോബ് പോസിബിലിറ്റീസ് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. സ്റ്റേറ്റ് ഫണ്ടഡ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ പ്രോബ്ലംസ് എടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ, വേസ്റ്റിനെ എങ്ങനെ നമുക്ക് വാല്യൂ ആഡഡ് പ്രോഡക്റ്റാക്കി മാറ്റാം, അങ്ങനെയുള്ള റിസർച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നതല്ലേ. ഇപ്പോൾ പല ജലാശയങ്ങളിലും പൊങ്ങി കിടക്കുന്ന വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്ന ഒരു വീട്, അത് ബേസിക്കലി ഗ്ലൂക്കോസാണ്, സെല്ലുലോസാണ്. സെല്ലുലോസ് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ വോളിയമാണ്. അത് നമ്മൾക്ക് ബയോ എത്തനോൾ ഉണ്ടാക്കാൻ പറ്റൂലേ? ഒരു ഫംഗൽ സ്ട്രെയിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചെറിയ റിസർച്ചാണ്. അത് ചെയ്ത് അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. വേസ്റ്റ് നമ്മളെ മണിയാക്കി മാറ്റുക എന്നുള്ളത്, അങ്ങനെയുള്ള റിസർച്ച്. അല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ഓൾ കൈൻഡ്സ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഇൻക്ലൂഡിങ് റബ്ബർ, അതിനൊക്കെ വെറി വാല്യൂഡ് പ്രോഡക്റ്റിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതൊക്കെ ചെയ്യാം. അതൊക്കെ സ്റ്റേറ്റ് ഫണ്ടഡ് ഓരോരോ മിഷൻ ഓറിയൻറ്റഡ് പ്രോജക്ട്സ് ആയിട്ട് ഓരോ കോളേജിന് കൊടുക്കുക. എല്ലാം സക്സസ് ആവണമെന്നില്ല, അത് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതും വേണ്ട. പക്ഷേ ഈവൻ 10% സക്സസ് ആയാൽ തന്നെ വി ആർ ബെറ്റർ ഓഫ്. മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ്റർ ഡിസിപ്ലിനറി ടീം ഉണ്ടായിരിക്കണം. അത് ഒരു കോളേജിൽ നിന്നുള്ള മാത്രം ടീം ആയിരിക്കണമല്ല, മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷനിലാവാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മെട്രിക്സ് തീരുമാനിക്കേണ്ടത് നമ്മുടെ നമ്പർ ഓഫ് A+ കൊണ്ടോ എത്ര വിജയ ശതമാനം കൊണ്ടോ അല്ല, എന്താണ് നമ്മുടെ റിസർച്ച് ഔട്ട്പുട്ട്, എന്താണ് നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്ന സയൻസിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് വെച്ചിട്ടായിരിക്കണം നമ്മുടെ മെട്രിക്സ് കാണേണ്ടത്. ഇങ്ങനെ പിന്നെ ബ്രെയിൻ ഡ്രെയിൻ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് ബ്രെയിൻ ഗെയിനിൻ്റെ സമയമാണ് ഇപ്പോഴും. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് മലയാളികൾ പല സ്ഥലത്തും, ലോകത്തിൻ്റെ പല സ്ഥലത്തും നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുന്നവരുണ്ട്, പല കൺട്രീസിലും. അവരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഓരോ കോളേജിലും ഓരോ മെൻറ്ററാക്കി മാറ്റുക. എല്ലാവരും ഇൻട്രസ്റ്റഡും ആയിരിക്കും. കേരളത്തിന് സഹായിക്കാൻ വേണ്ടി കേരളക്കാരുണ്ടാവും എന്തായാലും, കുറച്ചെങ്കിലും, ഒരു ബഹുഭൂരിപക്ഷമെങ്കിലും. ഓരോ കോളേജിലും ഒരു മെൻറ്റർ ഉണ്ടാക്കിയാക്കുക. അങ്ങനെ ആകുമ്പോഴൊരു ലെവൽ കൂടുന്നുള്ളത്. അദ്ദേഹവും ഇവിടെ വന്ന് ഇൻറ്ററാക്ട് ചെയ്യും, കുട്ടികൾക്ക് എക്സ്പോഷർ ഉണ്ടാവും, റിസർച്ചേഴ്സിന് എക്സ്പോഷർ ഉണ്ടാവും, മ്യൂച്വൽ എക്സ്ചേഞ്ച് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഒരു പോസിബിലിറ്റിയാണ്. ഗ്ലോബൽ അതായത് ഡയസ്പൊര ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ കോളേജുകളെ മെച്ചപ്പെടുത്താം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഓൾ ഫോർ യുവർ ടൈം.